സ്തോത്രം ചെയ്യുന്നു. प्रभु ने तैयार किया हुआ इस अच्छा समय के लिए परमेश्वर को धन्यवाद करता हूँ। ജോയ് പാസ്റ്ററുടെ മുഖം കാണുന്നവരെ പേടിയായിരുന്നു ആരാ ട്രാൻസ്ലേഷൻ ചെയ്യുന്നെന്ന് ഓർത്ത്. പക്ഷേ ഇത് നെറ്റില്ലായിരുന്നു കേട്ടോ. എനിക്ക് നെറ്റ് പോയി, ഞാൻ മൊബൈൽ ഡാറ്റയിലായിരിക്കുന്നത്, ചിലപ്പോ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. കർത്താവ്, എനിക്ക് ഇവിടെ വൈഫൈയുടെ കണക്ഷൻ ഉള്ളതുകൊണ്ട് നെറ്റിന്റെ പ്രശ്നം ഉണ്ടാകുന്നില്ല. അത് കർത്താവ് നമ്മളെ ഇത്രത്തോളം സഹായിച്ചല്ലോ, കർത്താവ് മേലും നമ്മളെ സഹായിക്കട്ടെ. प्रभु अब तक हमें मदद किया है, आगे भी हमें प्रभु मदद करेंगे. നമ്മുടെ ഈ പ്ലാറ്റ്ഫോം മാത്രമല്ല, വിവിധ ഇടങ്ങളിൽ നിന്ന് പ്രത്യാശയുടെ നല്ല വചനം ഓരോ ദിവസവും കേൾക്കുമ്പോൾ എന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുക. हमारा इस प्लेटफॉर्म से भी और कई प्लेटफॉर्म से भी जो परमेश्वर के आशा का जो वचनों को सुनने के समय मेरा हृदय आनंद से भर जाता है. എനിക്ക് കിട്ടുന്നതായ സമയം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ വചന ശുശ്രൂഷ പിന്നെ ഞാൻ അത് യൂട്യൂബിൽ നിന്ന് എടുത്ത് രണ്ടാമത് പിന്നെയും കേൾക്കാൻ ദൈവം സാവകാശം ഒരുക്കുന്നുണ്ട്. मिलते हुए जो वचन है दोबारा यूट्यूब से भी निकाल कर सुनने के लिए परमेश्वर मुझे अवसर देता है. നമ്മൾ നിരന്തരം ദൈവത്തിന്റെ സന്നദ്ധയിൽ പാടുകയും പ്രാർത്ഥിക്കുകയും വചനധ്യാനത്തിലും ഒക്കെ ആകുമ്പോൾ മറ്റ് പല ജഡീക വിചാരങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിവായി കിട്ടും. हम निरंतर परमेश्वर के वचनों को अगर सुनते रहेंगे, हमारा शारीरिक जो इच्छाओं को, अभिलाषाओं को हम भूल सकता है. നമുക്ക് കർത്താവിനോടുള്ള സ്നേഹവും അടുപ്പവും വളരെയധികം ഉണ്ടാകും. हमें परमेश्वर की ओर जो प्रेम और परमेश्वर के करीब जाने के लिए हमें अवसर मिलता है. എത്രയും നമുക്ക് കർത്താവിന്റെ അരികെ നിൽക്കാൻ നോക്കുന്നു, അത്രയും നമ്മൾ അടുത്ത് ചെല്ലുക, അതാണ് നമുക്കുള്ള സൗഭാഗ്യം. जितना हम परमेश्वर के करीब जा सकता है, उतना ही परमेश्वर के करीब जाना हो है हमारे लिए अनुग्रह. ഞാൻ പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഒരു സൗഭാഗ്യമാണ്. मैं उम्र वालों को जो आदर करना मेरे जीवन का एक काम है. അതുകൊണ്ട് ചെറുപ്പക്കാർ പിണങ്ങുന്നത് എനിക്കറിയാം. इसलिए जवान लोग मुझसे नाराज होएंगे, मैं जानता हूँ. രണ്ടാമത്, കുടുംബജീവിതം ധന്യമാകാൻ ഞാൻ എന്നാൽ കഴിവതോളം ഞാൻ ഉത്സാഹിപ്പിക്കും. दोबारा जो है पारिवारिक जीवन अच्छी तरह से आगे बढ़ने के लिए मेरे से जो कर सकता है मैं करता भी हूँ. അതിനാ ഞാൻ അപ്പനും മോനോ മോളോ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അമ്മായിയമ്മയും മരുമോളും ഒക്കെ ഇങ്ങനെ പാടുകയും ദൈവജന ശുശ്രൂഷയിലൊക്കെ ആകുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. वैसा ही बाप और बेटी, बाप और बेटा और पति और पत्नी, सास बहू, इन लोग सब मिलकर जो आराधना करता है, वचन का सेवकाई करता है, मुझे बड़ी आनंद होती है. അത് ഒരു കുടുംബജീവിതത്തിന്റെ ധന്യതയാണ്. क्योंकि वो पारिवारिक जीवन का धन्य अवस्था है. ദൈവം എനിക്ക് ആ ഭാഗ്യം തന്നതുകൊണ്ട് ഈ ഭാഗ്യം ഒരുപാട് പേർ കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. परमेश्वर उसी धन्य अवस्था मुझे दिया गया है, इसीलिए मैं भी ये चाहता हूँ कि अनेक लोगों को वैसा ही मिल जाए. ഈ ദിവസങ്ങളിൽ ഈ വചനമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു ചിന്താഗതി ഉണ്ടായി. इन दिनों में इन वचनों को सुनने के समय मेरे मन में एक विचार ऐसा आया है. ഒരു 150 വർഷത്തിന് മുമ്പ് ഞാൻ ജനിക്കാതിരുന്നത് കൊണ്ട് ഇന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ സാധ്യത കിട്ടി. 150 साल पहले मैं जन्म नहीं हुआ है, इसी कारण मैं आज परमेश्वर को धन्यवाद करता हूँ. ഇപ്പൊ മാരാമൺ കൺവെൻഷൻ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക. अभी मारामन कन्वेंशन भी अच्छी तरह से हो रहा है. ഈ 150 വർഷം എന്ന് പറയുന്നത് ഞാൻ ഒരു കണക്കുകൂട്ടലിൽ പറഞ്ഞത്. मैं 150 साल एक हिसाब के द्वारा मैं बताया हूँ. നമ്മൾ ഈ വചനം കേൾക്കുമ്പോഴെല്ലാം 1-ാം നൂറ്റാണ്ടിലെ ആ വേല അവിടെ കൊണ്ട് അവസാനിച്ചത് ചരിത്രം നമുക്കറിയാം. हम जो वचन सुनने के समय जानते हैं कि पहले शताब्दी का जो सेवकाई वहां समाप्त किया गया. അന്ന് ആരംഭിച്ചതായ സഭകള് അല്ലെങ്കിൽ സഹിയോൻ മാളിയും ഒരു പരിശുദ്ധാത്മാവ് വന്നപ്പോൾ 17 ഭാഷക്കാർ കൂടിയ ആ പോയ ആൾക്കാരെല്ലാം അവിടെ ഇവിടങ്ങളിൽ സഭകളും സ്ഥാപിച്ചു. उस समय का जो पहले शताब्दी का जो कलीसिया है, जो सहियोन जगह में जो लोग जमा हो गया था, आमेन, 120 लोग जमा हो गया. उधर 70 भाषा लोग जमा होने के समय उन लोग जो किया हुआ सेवकाई अलग अलग जगह में अलग अलग कलीसियाएं बनाया. ആധുനികത്തിൽ പത്രോസ് ലേഖനം എഴുതിയപ്പോൾ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആ കാര്യം വിശദീകരിച്ചു. आगे पत्रोस ने अपने पत्रियां लिखने के समय उसके पहले जो अध्याय में उसके पहले आयत में उसने ये बातों को बताया भी है. ആ കാര്യം പറഞ്ഞപ്പോൾ അവിടെ നിന്നും ചെതറി പാർക്കുന്നവർ കൂടെ എഴുതുന്നു എന്നുള്ളതാണ് ആ ലേഖനത്തിന്റെ ആരംഭം. उसने उस बातों को लिखने के समय वैसा लिखा है कि वहां से जो तितर बितर हो गया है, उन्हीं लोगों के लिए भी ये लिख रहा हो.
അത് മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന 7 സഭകൾ വളരെ ജാഗ്രതയുള്ള സഭകളാണ്. केवल वही नहीं है, प्रकाशित वाक्य में हम देखते हैं कि 7 कलीसियों के बारे में लिखा है। അത് ആ സഭ കാലനീക്കത്തിൽ ഏതാണ്ട് 1800 വർഷത്തോളം എല്ലാം മറഞ്ഞുപോയി എന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. जो 1800 साल की बात उस कलीसिया है जो पहले स्थापित किया हुआ 7 कलीसिया के बारे में, वो ऐसा ही हमें पीछे चले गया है करके जो चरित्र बता रहा है। അപ്പോൾ ഈ മാരാമൺ കൺവെൻഷൻ 130ാമത്തെ കൺവെൻഷനായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. जो मारामन में अभी जो कन्वेंशन हो रहा है 130वां साल का कन्वेंशन चल रहा है। അപ്പോൾ ഒരു 150 വർഷത്തിനകം കൊണ്ടാണ് നമ്മുടെ കേരള മണ്ണിലേക്ക് ഉണർവുണ്ടാകുന്നത്. ये 150 साल के अंदर हमारा केरला में एक जागृति हुआ है। അപ്പോൾ ഇതിനിടയ്ക്കുള്ളവരെ, ഈ ബ്രാക്കറ്റ് കാലങ്ങളിലുള്ളവർക്ക് ഈ യേശുവിന്റെ സൗഭാഗ്യം അറിയാൻ കഴിയാതെ പോയി. इसका बीच में का जो लोग है, उन लोग यीशु मसीह का इस जो धन्य अवस्था को प्राप्त करने के लिए नहीं हुआ है। നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തും കർത്താവിന്റെ വചനം ഏതാണ്ട് ഒരു രീതി വരെ വന്നുള്ളൂ. हमारा पिता लोगों के समय भी परमेश्वर के वचन जैसा प्रकट होना है उतना तक प्रकट नहीं हुआ है। ആ ഇതൊരു 5ാം തലമുറയിലേക്കാണ് ഇപ്പോൾ ഈ പെന്തക്കോസ്തിന്റെ ഉണർവ് വന്നിരിക്കുന്നത്. 5ാം തലമുറയിലേക്ക് ये पेंटेकोस्ट का जो जागृति अभी आ गया है कि 5वीं पीढ़ी में। ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നു, ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇത് മുഴുവനും നഷ്ടമാകും. പിന്നെ ആ പണ്ടത്തെ 1ാം നൂറ്റാണ്ടിലെ കാലഗതി കഴിഞ്ഞു വന്നതുപോലെ ആകാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരികയാണ്. क्योंकि मैंने ये सोच रहा हूँ कि जो पहले शताब्दी का कलीसिया जैसे पीछे चले गया है, वैसा ही अभी का जो सेवकाइया है, अभी का जो जागृति भी वो पीछे चले जाने का कुछ मौका है। എന്നാൽ നമുക്ക് ഈ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം സൗഭാഗ്യം തന്നത് തന്നെ വലിയ മഹത്വമാണ്. लेकिन हमें ये आशीष प्राप्त करने के लिए परमेश्वर ने दिया हुआ ये बहुत बहुमूल्य एक अवसर है। കഴിഞ്ഞ ഞായറാഴ്ച സഭയെ ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവര് യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എന്ന്. गया दिनों में अपने कलीसिया में प्रचार करने के समय मैंने ऐसा कहा है कि स्त्रियों में से जन्म हो गया है, उसी में से യോഹന്നാ से भी बढ़कर कोई नहीं है। എന്നാൽ യോഹന്നാനേക്കാളും വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാണെന്ന് യേശു തന്നെ പറഞ്ഞു. യോഹന്നാൻ जो बपतिस्मा देने वाला योहन्ना है, उससे बड़ा कोई स्त्री में से जन्म नहीं हुआ है करके कहने के समय यीशु ने कहा है कि स्वर्ग राज्य में जो सबसे छोटा जो व्यक्ति है वो യോഹന്നാ से भी बड़ा है। അപ്പോൾ നമുക്ക് യോഹന്നാനേക്കാൾ വലിയൊരു പദവി തരാമെന്ന് ദൈവം പറഞ്ഞതുകൊണ്ട് ആ കാര്യം നമ്മൾ സ്വീകരിക്കുക, അംഗീകരിക്കുക എന്നുള്ളത് വേറൊരു വലിയ സംഭവമാണ്. യോഹന്നാ से भी बढ़कर एक पद हमें देगा, ये प्रभु ने हमें वायदा किया है, तो हम उसको स्वीकार करना है, उसको अंगीकार करना है। അപ്പൊ അടുത്ത വാക്യം വായിക്കുന്നത്, സ്വർഗരാജ്യത്തെ യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ ബലാത്കാരം ചെയ്യുന്നു എന്നുള്ളതാണ്. उसके नीचे का आयत में पढ़ते हैं कि जो स्वर्ग राज्य को യോഹന്നാ के समय का जो लोगों से भी जो बलवंत लोग उसको कब्जा करने के लिए कोशिश कर रहा है। ഇപ്പൊ ബലാത്കാരം എന്ന് പറഞ്ഞാൽ ഒതുങ്ങാത്തതോ ലഭിക്കാത്തതോ സാധ്യത ഇല്ലാത്തതായ ഒന്നിനെ ബലമായി പിടിച്ച് ഒതുക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. उसके मतलब है कि जो पकड़ नहीं सकता है, नहीं तो अपने हाथों में नहीं बैठ सकता है, अपने जो प्राप्त नहीं कर सकता है उसको जबरदस्ती हम पकड़कर अपने कब्जा में करता है। അപ്പൊ അങ്ങനെ സ്വർഗരാജ്യം എനിക്കും അല്ലെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്നവർക്കും യോഗ്യതയല്ലാതിരിക്കുമ്പോൾ യോഗ്യതയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ ബലമായി സ്വർഗരാജ്യം നമ്മുടെ അവകാശമാക്കണം. मुझे और आपको उस स्वर्ग राज्य का योग्य नहीं है, तो हमें उस पद में परमेश्वर ले आया है, तो हम उस स्वर्ग राज्य को एकदम बलवंत रीति से अपनाने के लिए हम कोशिश करना चाहिए। നമ്മൾ ആരും യഹൂദന്മാരല്ല, നമ്മളെല്ലാം ജാതികള്. हम कोई भी लोग है जो यहूदी नहीं है, हम सब जाति लोग हैं.
അപ്പൊ നമുക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ ഏത് വിധേനയും അത് ഉപേക്ഷയായി വിചാരിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. हमें जो अवसर मिला है उस अवसर को किसी भी तरीका से नष्ट ना होने के लिए हम उसको उसके और आगे बढ़ना चाहिए. ഇന്നലെ ഈ പ്ലാറ്റ്ഫോമിൽ പ്രസംഗിച്ച ദൈവദാസ ഒരു കാര്യം പറഞ്ഞ് ഓട്ടക്കളത്ത് ഒരുപാട് പേര് ഓടുന്നുണ്ട്. कल जो भाषण दिया वो प्रभु के दास ने कहा है कि दौड़ने वाला बहुत सारे दौड़ते हैं. പൗലോസ് അനുഭവിച്ചതായ 10-24 കൂട്ടം കഷ്ടങ്ങളെ കുറിച്ച് ആ ദൈവദാസൻ ഓർപ്പിച്ചു. पौलोस अपने जीवन में अनुभव किया हुआ 24 तक कष्टों के बारे में प्रभु के दास ने बताया. നമുക്ക് അനുഭവിപ്പാൻ കഴിയാത്തതൊന്ന് അനുഭവിക്കേണ്ടതിനായി നമ്മുടെ അധീനതയിലാക്കുക, അതാണ് ദൈവം നമ്മളെ കുറിച്ച് പറഞ്ഞത്. हम अनुभव नहीं कर सकता है उसको अब अनुभव करने के लिए अपने अधीन में लेके आना, ये ही प्रभु कहा है. ഞാൻ ഇന്ന് വചനത്തിൽ നിന്ന് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്, आज मैं वचन से मनन करने के लिए चाहता हूँ कि ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് 25-ാമത്തെ വാക്യത്തിൽ ഒരു മനുഷ്യൻ വന്ന് കർത്താവിനോട് പറഞ്ഞു, എനിക്ക് നിത്യജീവൻ അവകാശിയാകണം, അതിനെന്താണ് വഴി എന്നുള്ളത്. लूका का सुसमाचार उसके 10वां अध्याय उसके 25वां आयत में एक व्यक्ति ने आकर यीशु मसीह से ऐसा बातें किया, मैं जब अनंत जीवन प्राप्त करने के लिए क्या करूं. അപ്പൊ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ കർത്താവ് 12 പേരെ അയച്ചത് കൂടാതെ 70 പേരെ അയച്ചു. 17 आयत में हम देखते हैं कि परमेश्वर यीशु मसीह ने 12 लोगों को सेवकाई के लिए नियुक्त किया, उसके बाद उसने 70 लोगों को चुनकर सेवकाई के लिए भेजा है. അവര് പോയി 2-2 പോയി പ്രവർത്തിച്ച് മടങ്ങുന്നു പറഞ്ഞ് ഭൂതങ്ങൾ വരെ ഞങ്ങൾ കീഴടങ്ങുന്നു എന്നുള്ള വലിയ സന്തോഷ വാർത്ത പറഞ്ഞു. 2-2 करके जाके सेवकाई करके वापस आने के समय 70 लोगों ने कहा, हमें बहुत आनंद है कि प्रभु हमारे दुष्टात्मा भी हमारे वश में होता है. പിശാചിനെ വരെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞ ഒരു കൊച്ചു കാര്യമല്ല. दुष्ट आत्मा को भी वश में करना बोलेगा तो एक साधारण बात नहीं है. അവർക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. उन्हें बहुत आनंद हुआ है. ആനന്ദിച്ചതുകൊണ്ട് കർത്താവ് അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഇതൊക്കെ താൽക്കാലിക സമയമാകുമ്പോ ഇതൊക്കെ നിങ്ങളുടെ അവസാനിക്കും, പക്ഷെങ്കിൽ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയത് കൊണ്ട് സന്തോഷിക്കാൻ പറഞ്ഞു. तो प्रभु ने कहा, ये बच्चों तुम्हारा ये आनंद है, ये थोड़ा समय में ये सब खत्म हो जाएंगे, ये सब निकल जाएंगे, लेकिन इसी में तुम आनंद मत होना, तुम्हारा नाम स्वर्ग में लिखा हुआ है, उसी में आनंद हो जाओ. അപ്പൊ ഇങ്ങനെ ഈ ന്യായശാസ്ത്രിയായ മനുഷ്യൻ ഇത് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ ശാസ്ത്രി വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, എനിക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്, അതിന്റെ വഴികളെ കുറിച്ച് ചോദിച്ചു. ये व्यवस्थापक हमें जो व्यवस्था को जानने वाला व्यवस्थापक उठकर यीशु मसीह से कहता है, क्योंकि उसने ये सब बातों को देखा है, जो हो रहा है ये संभव देखकर यीशु मसीह के पास आके कहता है, गुरु अनंत जीवन पाने के लिए स्वर्ग राज्य जाने के लिए मैं क्या करना चाहिए. ചോദ്യമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലും ചോദിച്ചിരിക്കുന്ന ചോദ്യം. यूहन्ना का सुसमाचार 3रा अध्याय में भी इसी सवाल को उधर पूछ रहा है. സമയം കിട്ടാതെ അത് ചിന്തിക്കാം. അപ്പൊ ഇവിടെ വായിച്ചു, ഈ ശാസ്ത്രി വന്ന് ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചതാ. हमें इधर जो व्यवस्थापक व्यक्ति है यीशु मसीह को परीक्षा करने लगा कि हे गुरु अनंत जीवन का वारिश होने के लिए मैं क्या करूं. കർത്താവ് ഒരു മറുപടി കൊടുത്തതാണ് താഴോട്ട് വായിക്കുന്നത്. उसके नीचे हम पढ़ते हैं कि यीशु मसीह उसके उत्तर देता है. അപ്പൊ അവന് ശാസ്ത്രിയായിട്ടും യേശു പറഞ്ഞ കാര്യത്തിന്റെ മർമ്മം അവന് മനസ്സിലായില്ല. അവൻ പറയുന്നു, ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ये व्यवस्थापक होने के नाते भी उन्हें यीशु मसीह बोला हुआ बातों को समझ नहीं पा रहा है, इसलिए उसने कहता है कि मैं बचपन से ये सब कुछ करके आ रहा हूँ. അപ്പൊ അതിനകത്തെ ഭാഗം വായിക്കുമ്പോഴാണ് ഈ നല്ല ശമരിയക്കാരന്റെ വിഷയം വരുന്നത്. इसी के बाद हम देखते हैं कि शमरिया व्यक्ति के बारे में അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഓർപ്പിക്കാനുണ്ട്. उसी में से बहुत सारे बातें आपको बताने के लिए है. ഞാനത് നിത്യജീവൻ എന്നുള്ളൊരു വാക്കിൽ നിന്ന് പറയാനായതുകൊണ്ട് അതിന്റെ പശ്ചാത്തല ഭാഗം ഞാൻ ഓർപ്പിക്കുന്നില്ല. मैं अनंत काल के जीवन के बारे में कहना चाहता हूँ, इसी कारण इसी के बारे में ज्यादा नहीं बोलना चाहता हूँ. അപ്പൊ അവിടെ അതിലെ ഒരു ലേവ്യൻ വന്നു, ഒരു പുരോഹിതൻ വന്നു, അവരൊക്കെ ഇത് സംഭവം കണ്ട് മാറി കടന്നുപോയി. उधर एक लेवी व्यक्ति आ रहा है और एक याचक आ रहा है, वो सब देख के वो छोड़ के चले जा रहा है. പക്ഷെ ഇവർക്ക് ആർക്കും ആ മുറിവേറ്റ് കിടന്നവരോ ഒരു സഹതാപം ഉണ്ടായില്ല.
लेकिन ये कोई भी व्यक्ति को जो चोट पहुंचा हुआ आधा मरा हुआ पड़ा व्यक्ति के ऊपर तरस नहीं खाया। എന്നാൽ ഒരു അന്യജാതിക്കാരനും ദൈവത്തോടടുക്കാൻ സാധ്യതയില്ലാത്തവനും ശപിക്കപ്പെട്ടവനും എല്ലാം കൊണ്ടും വെറുക്കപ്പെട്ട ഒരു മനുഷ്യൻ ആ വഴിയെ വന്നു. लेकिन यहाँ पर हम देखते हैं कि एक अन्य जाति का व्यक्ति है, वो परमेश्वर से श्राप पाया हुआ और सभी लोग घृणा किया हुआ, किसी भी तरीका से परमेश्वर के पास आ नहीं सकता हुआ व्यक्ति उनका ऊपर तरस खाया। ഈ ശമരിയ പട്ടണത്തെ കുറിച്ച് ബൈബിൾ പഴയ നിയമത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. शमरिया के बारे में यूनानी में बहुत सारी बातें कह रहा है। പക്ഷെ മുകളിൽ പറഞ്ഞ രണ്ട് വ്യക്തികൾക്കെന്ന് പറഞ്ഞ ഒരാളെ സേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. ये जो बोला हुआ दो व्यक्तियों को ये सेवा करना जरूरी नहीं होता है। കാരണം ഒരുത്തൻ ലേവ്യനാണ്. कारण ये है कि एक व्यक्ति लेवी व्यक्ति है, അദ്ദേഹത്തിന് ആരെയും ശുശ്രൂഷിക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ആളുണ്ട്. उनको कोई किसी को भी सेवाई करना जरूरी नहीं है, उनको सेवा करने के लिए कई लोग हैं। രണ്ടാമത്തേത് പുരോഹിതനാണ്. दूसरा जो व्यक्ति है याचक है, അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ആളുണ്ട്. उन्हें भी सेवाई कराने के लिए कई लोग हैं। അപ്പൊ വീണ് കിടക്കുന്ന ഒരാളെ സഹായിക്കേണ്ട കർത്തവ്യം അവർക്കില്ല. जो गिर के पड़ा हुआ ये व्यक्ति को मदद करना उन्हीं की जरूरत नहीं। പക്ഷെ ഇവരുടെ കയ്യിൽ ശുശ്രൂഷിക്കാൻ ഒന്നുമില്ല എന്നുള്ളത് ഒരു സത്യമാണ്. लेकिन एक सच्चाई की बात यह है कि उन लोगों के हाथों में ये सेवाई करने के लिए कुछ चीज नहीं। കാരണം അവരെ ശുശ്രൂഷിക്കാൻ ആളുണ്ട്, പിന്നെ അവർക്ക് പിന്നെ വേറെ ആളെ സംരക്ഷണം ചെയ്യേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല. उनको सेवा करने के लिए बाकी लोग हैं, इसलिए वो दूसरों को सेवा करने का जरूरत नहीं होता है। പക്ഷെ ഈ ശമരിയക്കാരനറിയാം, അവൻ പോയാൽ വഴി കിടന്ന് അവൻ രക്തം വാർന്ന് ചാകത്തേ ഉള്ളൂ. അതുകൊണ്ട് സംരക്ഷണയ്ക്കുള്ള ഫസ്റ്റ് എയ്ഡ് മുഴുവൻ ഈ ശമരിയക്കാരന്റെ കയ്യിലുണ്ട്. लेकिन ये शमरिया व्यक्ति ऐसा नहीं है, वो देखा है कि ये आधा मरा हुआ पड़ा व्यक्ति ऐसा पड़े रहेगा, खून बहकर मर जाएंगे, लेकिन उन्हें सेवाई करने के लिए, उन्हें दवाई लगाने के लिए सब कुछ फर्स्ट एड जो प्रथम सेवाई के लिए उनके पास है। കാരണം ഇവന് നിസ്സഹരായ ഒരു മനുഷ്യൻ ഇവനെ ആശ്വസിപ്പിക്കാൻ അവിടെ ആരും വരത്തില്ല. क्योंकि इस व्यक्ति आमीन कोई भी आश्वास प्राप्त नहीं कर सकती, कोई भी उन्हें आश्वास दे नहीं सकता हुआ पड़ा हुआ है। കാരണം ഇവൻ ശമരിയയിലേക്ക് ഇവൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് കള്ളന്മാരുണ്ടെന്നും അറിയാം, പ്രശ്നം വഴിയിലുണ്ടെന്നും ഈ ശമരിയക്കാരന് അറിയാം. क्योंकि ये शमरिया व्यक्ति जानता है इस मार्ग में चोर लोग है, वो समस्या उनके जीवन में आ सकता है। അതിന്റെ 33-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, उसका 33वां आयत में हम पढ़ते हैं, 33-ാമത്, ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി. परंतु एक समरी यात्री वहां आ निकला है, അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. और उसे देख कर तरस खाए। വേദനിക്കുന്ന ഒരുവന് മാത്രമേ വേറൊരാളുടെ വേദന മനസ്സിലാകത്തുള്ളൂ. जो दर्द का अनुभव पाया हुआ व्यक्ति ही दूसरे व्यक्तियों का दर्द जान सकता है। എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം പറയാം. मुझे मालूम पड़ा हुआ एक बात मैं आपको बताना चाहता हूँ। ബറോഡയിൽ ഒരു ഹോസ്പിറ്റലില് ഒരു ഹെഡ് നേഴ്സ് ഉണ്ടായിരുന്നു. बड़ौदा में हॉस्पिटल में एक हेड नर्स है, ക്രിസ്ത്യാനിയാണ്. एक मसीह व्यक्ति है। ഓരോ രോഗിയാളായിട്ടോ അപകടത്തിൽ ചെന്നാലോ അവരത്ര കെയർ ചെയ്യത്തില്ല. एक बीमार व्यक्ति या कुछ चोट पहुंचा हुआ अवस्था में जाएगा तो वो बिल्कुल ध्यान नहीं देता है। ഇങ്ങനെ ഇരിക്കുമ്പോ ആക്സിഡന്റിൽ ഒരു ചെറുപ്പക്കാരനെ ഇവിടെ കൊണ്ടുവന്നു. उसी समय एक जवान लड़का को एक्सीडेंट होकर वहां ले आया। ഈ സിസ്റ്റർ വേണം കാര്യങ്ങളുടെ പ്രഥമ കാര്യങ്ങൾ ചെയ്യാൻ. इसी सिस्टर ने उनका सब कुछ मलम पट्टी लगाना, देखभाल करना चाहिए। പക്ഷെ ഇവർക്ക് മനസ്സിലായിരുന്നു, ഇവര് വന്നില്ല ഇവിടെ. लेकिन इनको मन नहीं था, उनका ऊपर तरस नहीं का, इसलिए वो आया नहीं। അവരെല്ലാവരോടും കാണിക്കുന്നത് പോലെ ഈ സമയത്തും കാണിച്ചു. उसने सभी लोगों से करता हुआ जैसा उनसे भी किया। സംഭവിച്ചത് എന്താ? ആ ചെറുക്കൻ മരിച്ചുപോയി. क्या हुआ है, उसे जवान लड़का मर गया। ആ മരിച്ച ചെറുക്കനെ കണ്ടപ്പോൾ ഈ നേഴ്സിന്റെ മകനാണ്. जो मर गया था वो लड़का, वो कौन था? उस नर्स का बेटा था। ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് മാമൂട്, ചങ്ങനാശ്ശേരിക്കടുത്ത് മാമൂടിൽ ഒരാവശ്യത്തിന് പോയപ്പോ कुछ सालों के पहले केरला में चंगनाश्शेरी का जो मावोड जगह में मैं गया है, എന്റെ അനുദിനം എന്നോട് കാണിച്ച ആ സ്ത്രീ അതുകൊണ്ടാ പോകുന്നതെന്ന് പറഞ്ഞു. मेरे भाई ने बताया देखो वही स्त्री है, ये जा रहा है। ഒരു ഭ്രാന്തിയെ പോലെ ഇപ്പോൾ ഇങ്ങനെ അലഞ്ഞ് നടക്കുക ആ സ്ത്രീ.
वो स्त्री अभी एक पागल के समान घूमते फिरते रहता है। കാരണം ഇവര് പോയി ആദ്യം ആ പശ്ചേട് ചെയ്തവരെ ശുശ്രൂഷിക്കുക, അവരുടെ മകന് ചെയ്യുന്ന പോലെ മറ്റൊരാൾക്ക് ചെയ്യുന്നതായിരുന്നെങ്കിൽ ഇവർ ഓടി വന്ന് ഈ ആളിനെ സംരക്ഷണം ചെയ്യുമായിരുന്നു. आमीन। कारण यह है कि वो स्त्री अपने बेटा को जो करता है वैसा दूसरों को भी तरस खाकर उनका जीवन में भी ऐसा करता है, तो ये बेटा को लेके आने के समय वो दौड़ के आ जाता था, या उनके लिए करते थे, പക്ഷേ അവരുടെ മകനാണെന്ന് അവർ അറിഞ്ഞില്ല. लेकिन वो नहीं जाना कि उनका बेटा को ऐसा हुआ है। ശമരിയക്കാരന്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ് ഉണ്ടായത്. आमीन। शमरिया व्यक्ति के जीवन में भी यही हुआ है। താൻ സ്വയമായി ചികിത്സിക്കാനുള്ള വേണ്ടുന്ന കരുക്കളെല്ലാം തന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. उसने जाने के समय अगर उनका जीवन में कुछ हो गया है तो खुद का सेवकाई करने के लिए सब कुछ उसने अपने हाथों में लिया हुआ है। പക്ഷെ പുരോഹിതന്റെ കയ്യിലും ലേവിയന്റെ കയ്യിലും അതില്ലായിരുന്നു. लेकिन याचक के हाथों में, लेवी के हाथों में ये नहीं थे। ഇന്നൊരു പ്രശ്നമുണ്ടാകുമ്പോ ആദ്യം പെന്തക്കോസ്തുകാർ പാസ്റ്റർമാരരിക്കലാണ് പ്രാർത്ഥനയ്ക്കായി അഭയത്തിന് വരുന്നത്. आज अगर किसी को कुछ समस्या हुआ है तो वो दौड़ कर पेंतकोस्त पास्टरों के पास आता है कि प्रार्थना के लिए। ഒന്നാമത്തെ കാര്യം അവൻ കണ്ടു. पहली बात तो यह है कि वो उसने देखा। രണ്ടാമത് മനസ്സലിഞ്ഞു. दूसरा उसने तरस खाया। മൂന്നാമത് അരികെ ചെന്നു. तीसरा उनके पास जाकर എണ്ണ പകർന്നു. तेल मलाया है, വീഞ്ഞ് അവന് കൊടുത്തു. दागरस डाल दिया है उन्हें, മുറിവുകളെ കെട്ടി. उनका घावों में जो पट्टियां बांधी हैं, അവന്റെ വാഹനമൃഗത്തിൽ കയറ്റി उनका सवारी के ऊपर चढ़ाकर വഴിയമ്പലത്തിൽ കൊണ്ടുപോയി वो सराय में ले गया है രക്ഷ ചെയ്തു. और उसकी सेवकाई किया। പിറ്റേന്നാൾ ഒരു രാത്രി അവന്റെ കൂടെ താമസിച്ചു. एक रात पर उनके साथ वहां पर बीत गए। പിറ്റേ ദിവസം പോകുമ്പോൾ വഴിയമ്പലക്കാരന് കയ്യിലിരുന്ന പണം എടുത്തു കൊടുത്തു. दूसरा दिन वो जाने के समय अपने हाथ में जो पैसा था उठा के उस सराय के अधिकारी को दिया। നോകുന്ന ഒരുത്തന് മാത്രമേ വേറൊരാൾ നൊമ്പരം മനസ്സിലാകത്തുള്ളൂ. हमें जो वेदनाएं प्राप्त किया है उसी व्यक्ति दूसरों के वेदना जानते हैं। അങ്ങനെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ നമ്മൾ എവിടെ വരെ നിൽക്കും? वैसा प्रभु के पास आया हुआ हमारे जीवन में अनुभव हो जाएगा तो हम कहाँ तक जाएंगे? അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ന്യായശാസ്ത്രിയോട് പറയുന്ന ഒരു കാര്യമാണ്. हमें ये बातें प्रभु यीशु मसीह उस व्यवस्थापक व्यक्ति से कहते हुए ये बात है। അപ്പൊ ഇത് ഈ ശമരിയക്കാരെന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിദാനം ചെയ്താ പറഞ്ഞ്. ये शमरिया जो व्यक्ति है प्रभु यीशु मसीह के हमें समान उधर प्रकट किया गया है। കർത്താവ് നമ്മൾ ഇതുപോലുള്ള അനുഭവത്തിൽ കഴിയുമ്പോൾ കർത്താവ് നമ്മുടെ അടുക്കൽ വന്നു. ऐसा जो अवस्था में हम पड़े रहने के समय प्रभु यीशु मसीह हमारे पास आ गया है। നമുക്കവരോട് മനസ്സലിവ് ആർക്കും തോന്നാതെ ഇരുന്നപ്പോൾ നമ്മളോടൊരു മനസ്സലിവ് കർത്താവ് കാണിച്ചു. हमसे कोई भी तरस नहीं खाया हुआ समय में ही प्रभु यीशु मसीह हमारे ऊपर तरस खाया है। നമ്മളോട് മനസ്സലിവ് കാണിച്ചതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് മനസ്സലിവ് കാണിക്കണം. हमारे ऊपर परमेश्वर ने तरस खाया है, इसी कारण हम दूसरों के ऊपर भी तरस खाना है। അവനെ കണ്ടു മനസ്സലിഞ്ഞു, അരികെ ചെന്നു. उन्हें देख कर तरस खाया, उनके पास गया എണ്ണയും വീഞ്ഞും പകർന്നു. और कहा कि दागरस और तेल उंडेला। എണ്ണ മുറിവുകളെ കരിപ്പിക്കുന്നതാണ്. तेल तो उस घावों को पहुंचाता है। എന്റെ കൊച്ചു പ്രായത്തിലൊക്കെ മുറിവുകൾ ഉണ്ടായാൽ എന്റെ അമ്മ ആ എണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ട് കടുകൂടിട്ട് പൊട്ടിച്ച് നല്ല തേച്ചിട്ട് അത് മുറിവിനെ തേക്കുമായിരുന്നു. हमें माँ जी ऐसा करते थे कि उनके शरीर में जब पशु के शरीर में घाव आने के समय तेल को गर्म करके उसमें राई डाल के उसको हमें हाथ से अच्छी से मिलाकर वो घाव में लगाते थे। അപ്പൊ ആ മുറിവുകൾ കരിയുമായിരുന്നു, കരിക്കുന്നത് വരെ തേക്കും. तभी वो घाव सब सूख जाता है, वो सूखने के तक वो तेल लगाते रहता है। വീഞ്ഞു കൊടുത്തത് അവന് അനസ്തേഷ്യ കൊടുക്കുന്നതിന് തുല്യമായി. ലഹരിയാകുമ്പോൾ അവന് വേദന മറക്കും. उनके वेदनाएं सब जाने के लिए अनस्थेसिया देता है, जैसा ही है दागरस देता है। പൗലോസ് പറഞ്ഞു വീഞ്ഞു കുടിച്ചാൽ നീ മത്തനാകൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആകരുതെന്ന് പറഞ്ഞു. पौलुस कहता है आमीन, ये ज्यादा पिएगा तो तुम ऐसा जो बेहोश हो जाएंगे, मतलब एकदम नशा में हो जाएंगे, इसलिए उतना तक ना पीना।
അപ്പോൾ എണ്ണ പകർന്നു, മുറിവുകളിൽ എണ്ണ പകർന്നു. आमें गाँवों में उसने तेल मलाया. അത് കഴിഞ്ഞ് വീഞ്ഞു കൊടുത്തവന് അവന്റെ വേദന മറക്കാനായിട്ട്. उनके दर्द सब वो भूलने के लिए उन्हें दागरस भी दे दिया. അപ്പൊ അത് കർത്താവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിലും ആ കാര്യം അവന് കുടിക്കാൻ കൊടുത്തു, അവന് വേദന മറക്കാൻ വേണ്ടി. आमीन. यीशु मसीह के क्रूस के समय भी यीशु मसीह के जो दर्द सब भूल जाने के लिए उन्हें भी ये दिया है. അപ്പോൾ എണ്ണ ആത്മാവിനെ കാണിക്കുന്നു. जो तेल है आत्मा को दिखा रहा है. അപ്പോൾ ദൈവമക്കള് വേദനിക്കുകയോ സങ്കടപ്പെടുകയോ ഭാരപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യുമ്പോൾ ഈ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ ഈ ആത്മാവ് കൊണ്ട് നമ്മുടെ ആ വിഷമങ്ങളെ മാറ്റാൻ കഴിയും. परमेश्वर के जो बच्चे हैं, हम निराश में, दुखी में, वेदनाओं में बैठने के समय परमेश्वर की आत्मा जो हमारे ऊपर आता है, हमारे अंदर आता है, हमारे सब वेदना है, दर्दों को हम भूलने के लिए. അപ്പോൾ ഈ വീഞ്ഞെന്ന് പറഞ്ഞ ലഹരിയാണ്. तो ये दागरस करता है, वो एक हमें नशा के समान है. ഒരു 10-40 വർഷത്തിന് മുമ്പേ ദൈവമക്കള് പാടാൻ അങ്ങോട്ട് തുടങ്ങിയാൽ ഇവര് ലഹരിയിലങ്ങ് ആകുമെന്ന്. हमें 10-40 साल के पहले परमेश्वर के जो बच्चे लोग जो गाना गा रहा है, उस समय ये उसी हमें आत्मा में भर जाता है. അതുകൊണ്ടാണ് മാളിക മുറിയിൽ പറഞ്ഞത് ഇവരെല്ലാവരും വീഞ്ഞു കുടിച്ചു മത്തരായി കിടന്ന് ആടുകയാണെന്ന് പറഞ്ഞു. हाँ, इसलिए सहियोन में है जो लोग बैठ के प्रार्थना कर रहा था, पवित्र आत्मा उनका ऊपर आने के समय उन लोग अन्य भाषा में बात करने के समय बाकी लोग कहता है कि ये दागरस पे के बैठा हुआ है. അപ്പോ ഇവര് ഈ വീഞ്ഞു കുടിച്ചാൽ ഇവര് മത്തരാവും. जो ये दागरस पीता है वो नशा हो जाता है. അപ്പോ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിക്കാൻ തുടങ്ങും. भजन संगीत से, आत्मिक गीतों से एक दूसरे से आपस में प्रबोधन करना शुरू हो जाता है. അടുത്തത് പറഞ്ഞു അവന്റെ മുറിവുകളെ അവൻ കെട്ടിയെന്ന് പറഞ്ഞു. उसकी बात ऐसा करता है कि उसके गाँवों में पट्टियां बांधी हैं. അപ്പോൾ മുറിവ് കെട്ടുക എന്ന് പറഞ്ഞാൽ കൃപാവരങ്ങളെ കൊണ്ട് ദൈവം നമ്മൾക്ക് തന്ന ആത്മാവ് ചോർന്നു പോകാതിരിക്കുവാൻ അത് കെട്ടി സംരക്ഷിക്കുന്നു. गाँवों में पट्टी बांधना बोलेगा तो जो वरदानों से हमें जब प्रभु भर देता है उस समय वो नष्ट ना होने के लिए उन्हें बांध कर उन्हें दृढ़ किया जाता है. അവൻ തന്നതായി ആത്മാവിനെ നാം നഷ്ടപ്പെടുത്തരുതെന്നുള്ളതാണ് എന്റെ അർത്ഥം. उसने दिया हुआ उस आत्मा को हम नष्ट ना करना, वो है इसका मतलब. അപ്പോൾ ഈ വീഞ്ഞു കുടിച്ച് ആത്മശക്തിയിലായി ദൈവകൃപ പ്രാപിക്കാൻ തുടങ്ങും. ये दागरस पीकर आत्मा के सामर्थ्य में भर कर परमेश्वर के അഭിഷേകം में भर जाएंगे. ഈ ആത്മശക്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് അവൻ മുറിവുകളെ കെട്ടുന്നത്. അവൻ കൃപാവരങ്ങൾ കൊണ്ട് മുറിവുകളെ കെട്ടും. इसी आत्मा का सामर्थ्य को नष्ट किया ना जाने के लिए जो वरदानों से भरा हुआ जो पट्टियां बांध लेता है. അവനെ തന്റെ വാഹനമൃഗത്തിൽ കയറ്റി उनको अपने सवारी पर चढ़ाया. കയറുക എന്ന് പറഞ്ഞാൽ ആ യജമാനൻ ഇറങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. आमीन. उस सवारी पर चढ़ाना बोलेगा तो उस जो स्वामी ने, ना तो उस मालिक ने उसका सवारी से नीचे उतरा है. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. प्रभु यीशु मसीह स्वर्ग से उतर के आया है. രാജാക്കന്മാരുടെ വാഹനം കോവർ കഴുതിയോ അല്ലെങ്കിൽ കുതിരയോ ആണ്. जो राजा लोगों का जो सवारी है, आमीन, जो या प्रेज़ द लॉर्ड खच्चर है या घोड़ा होता है. എന്നാൽ യേശു തമ്പുരാൻ രാജാവായിരുന്നിട്ട് പോലും കഴുതയാണ് തെരഞ്ഞെടുത്തത്. यीशु मसीह राजाओं का राजा होकर रहने से भी उसने जो गधे को चुना है. അത് യാക്കോബ് യഹൂദയെ അനുഗ്രഹിച്ചപ്പോ പറഞ്ഞതാണ് മുന്തിരിവള്ളിയോട് ചെറുകഴുതയെ കെട്ടുന്നു എന്നുള്ള കാര്യം. याकूब आमीन जब आशीष देने के समय उसने ऐसा कहा है कि जो गधे के बच्चों को जो अंगूर के झाड़ों के साथ बांधना. അത് ഒത്തിരി സ്ഥലത്ത് പറയുന്നുണ്ട് ആ വിഷയം. या कई जगह में कहता है वो दागलता के साथ नहीं बांधना. അവൻ രാജാവായിരുന്നിട്ടും തെരഞ്ഞെടുത്തത് കഴുതയാണ്. राजाओं के बैठने से भी उसने चुना है कि सवारी करने के लिए गधे को. യേശുവിനെ നമ്മളെ തെരഞ്ഞെടുക്കുവാൻ നമ്മളിൽ എന്താ യോഗ്യതയുള്ളത്? यीशु मसीह हमें चुन लेने के लिए हमारे पास क्या योग्यता था? ഈ 2025 ദൈവം നമ്മളെ കൊണ്ടുവന്നുവെങ്കിൽ ബലാത്കാരം ചെയ്ത് സ്വർഗരാജ്യം അവകാശമാക്കണമെന്നാണ് രാവിലെ എനിക്ക് പറയാനുള്ളത്.
अब ये 2025 में परमेश्वर ने हमें ले आया है, तो मुझे आज सुबह ये आप लोगों से कहना है कि हम किसी तरफ से भी उस स्वर्ग राज्य को हम कब्जा करना है। ഈ വഴിയമ്പലത്തിൽ കൊണ്ടു ചെന്നിട്ട് വഴിയമ്പലക്കാരനെ വിളിച്ച് ആളിനെ ഏൽപ്പിച്ചു. सराय में ले जाने के बाद तो वहां के अधिकारियों को बुलाकर इस व्यक्ति को उनके हाथों में सौंपा। ഒരു രാത്രി അവരോടുകൂടെ പാർത്തു. एक रात भर पूरा उन्हीं के साथ वहां रहा। കർത്താവായ യേശു ഭൂമിയിൽ വന്ന് വേദനിക്കുന്നവരെയും സങ്കടപ്പെടുന്നവരെയും ഭാരപ്പെടുന്നവരെയും നിരാശപ്പെടുന്നവരെയും എല്ലാം സംഘടിപ്പിച്ച് അവരോടുകൂടെ പാർത്തു. प्रभु यीशु मसीह इस दुनिया में आकर जो निराश में, दुखी में, वेदनाओं में, परेशानी में बैठा हुआ लोगों को सब इकट्ठा करके उनके साथ यीशु मसीह निवास किया है। പോയപ്പോൾ 2 വെള്ളിക്കാശ് എടുത്തു കൊടുത്തു. जाने के समय उसने 2 दिनार का सिक्का उनके हाथों में दे दिया है। അപ്പോൾ കർത്താവിന്റെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു. तो पत्रोस ने ऐसा ही कहा है। പൗലോസിനെ ऐसा कहा है. ओके, पौलोस ने कहा है। പൗലോസ് പറഞ്ഞു, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കുമെന്ന് ചോദിച്ചു. पौलोस ने ऐसा पूछा है कि कोई भेजा ना जाएगा तो कैसा प्रचार किया जाएंगे? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കുമെന്ന് ചോദിച്ചു. प्रचार करने वाला नहीं है तो कैसा लोग सुनेंगे? അപ്പൊ അയക്കാൻ ഒരാള് വേണം. तो भेजने के लिए कोई भी एक व्यक्ति चाहिए। ആ അയക്കുന്നവന് സംരക്ഷണയ്ക്കുള്ളതായ നന്മകൾ കൊടുക്കാനുള്ള സന്നദ്ധത കാണിക്കണം. उसे भेजने वाला व्यक्ति के लिए क्या क्या जरूरत है, उन्हें वो सब देने के लिए हमें जो भेजने वाला व्यक्ति करना चाहिए। എന്റെ നല്ല യൗവന പ്രായം കർത്താവിന് വേണ്ടി ഉത്തര ഭാരതത്തിൽ ചെലവാക്കി. मेरा जवानी के समय उत्तर भारत में परमेश्वर का सेवकाई के लिए मैंने इस्तेमाल किया है। ഞാൻ സർവേയിൽ എന്റെ കണക്കെടുത്താൽ 10,000 ദൈവദാസന്മാർ ഉത്തരേന്ത്യയിലെ വേല വേണ്ട എന്ന് പറഞ്ഞ് കേരളം പിടിച്ചു. मैं अगर हिसाब करेगा तो 10,000 तक परमेश्वर के सेवक लोग उत्तर भारत की जो सेवकाई को छोड़कर केरल में चले गया है। പക്ഷേ ഇവരെല്ലാവരും അവര് ദൈവദാസന്മാരെ കൊണ്ട് പണമുണ്ടാക്കി ദൈവദാസന്മാരുടെ വാടക കൊടുക്കാൻ നിർവാഹമില്ലാതെ പോരുന്നവരാണ്. आमीन। ये सब लोग जो उनको रह के पैसा कमाया है, लेकिन उनको घर के भाड़ा दे नहीं सकता है, उसी अवस्था में उन्होंने वापस चले गया है। ജീവിക്കാൻ ഗത്യന്തരമില്ലാതെ നോർത്ത് ഇന്ത്യയിലെ വേല വിട്ട് കേരളത്തിൽ വന്ന നിരവധി പേരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. उत्तर भारत में जी नहीं सकते हुई अवस्था में वो सेवकाइयां छोड़कर केरल में आया हुआ कई लोगों को मैं जानता हूँ। ഈ ശമരിയക്കാരൻ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. लेकिन ये समरिया व्यक्ति ने 2 दिनार लेकर उस सराय के अधिकारी के हाथों में दे दिया। ആ കൊടുത്തിട്ട് പറഞ്ഞു ഇവരെ സംരക്ഷണം ചെയ്യണം. उसके बाद उसने कहा इन्हें सेवा करना। നിന്റെ കയ്യിൽ നിന്ന് അധികമായി എന്തെങ്കിലും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരും, അന്ന് നിനക്ക് തരാമെന്ന് പറഞ്ഞു. अगर तुम्हारे हाथों से ज्यादा कुछ खर्चा हो गया तो मैं वापस आने के समय वो सब कुछ मैं भर डालूंगा। എന്റെ യേശുവിന്റെ ഗുണം അതാണ്. मेरे यीशु मसीह का एक गुण है कि അപ്പോൾ ഈ കാര്യം ഈ ശാസ്ത്രിയോട് യേശു പറഞ്ഞു. जो व्यवस्थापक से यीशु मसीह ने ऐसा कहा है। അപ്പോൾ ശാസ്ത്രിയോട് ചോദിച്ചു, ഈ 3 പേരിൽ ആരാണ് നല്ലവരെന്ന് ചോദിച്ചു. ये व्यवस्थापक व्यक्ति से यीशु मसीह ने ऐसा पूछा, ये तीनों में से अच्छा व्यक्ति कौन है? അപ്പൊ ശാസ്ത്രിക്ക് മനസ്സിലായി ഇത് ഞാൻ ചിന്തിച്ചതുപോലെ അല്ല എന്നുള്ള സംഭവം. तो व्यवस्थापक को मालूम पड़ा है कि मैंने जो सोचा था वैसा नहीं है। എന്നാൽ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ ഒരു ശാസ്ത്രിയെ കുറിച്ച് പറയുന്നുണ്ട്. लेकिन यूहन्ना का सुसमाचार 3रा अध्याय में हम एक व्यवस्थापक व्यक्ति को देखता है। അവൻ പരീശന്മാരുടെ കൂട്ടത്തിൽ വലിയൊരു പുള്ളിയാണ്. പരീശന്മാരുടെ കൂട്ടത്തിൽ വലിയ ഒരാളാണ്. सरदार है वो। ആ സർദാറെ. അവൻ നിക്കോദിമോസ് എന്ന അവന്റെ പേര്. നിക്കോദിമോസ്. ആ നെറ്റ് പോകുന്ന नाम है। അവന്റെ പേര്. അവന് കർത്താവിന് അവൻ ഉപദേഷ്ടാവാ, പഠിപ്പിക്കുന്ന വലിയ PhD എടുത്ത പുള്ളിയാ അദ്ദേഹം. वो भी उपदेश देने वाला और अच्छा जो PhD लिया हुआ व्यक्ति है। അവന് കർത്താവിന്റെ ഒരിക്കൽ രാത്രി വന്നു, പക വന്ന പള്ളിക്കാർ മുടങ്ങും. वो परमेश्वर के पास आया है रात का समय, क्योंकि दिन में आएगा तो उन्हें कलीसिया से निकाल देंगे। ഞാൻ ആ വചനം പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു വാക്കെനിക്ക് ഓർമ്മ വന്നു. मैं उस वचन बोलने के समय जल्दी मेरे याद में दूसरे एक विषय आया है। കഴിഞ്ഞ ദിവസം ജോയ് പാർസ് പ്രസംഗിച്ചപ്പോഴേ
കഴിഞ്ഞ ദിവസം ജോയ് പാസ്റ്റർ പ്രസംഗിച്ചപ്പോഴേ ऐसा एक शब्द ജോയ് പാസ്റ്ററിനെ दिया കിട്ടിയ പാസ്റ്ററെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിതായിരുന്നു, മുടന്തനായവൻ ദൈവാലയത്തിൽ കയറിയില്ല, കയറാൻ അനുവാദമില്ല. കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ അവൻ ദൈവാലയത്തിനകത്തായി. ദൈവാലയത്തിനകത്തായപ്പോൾ പുറത്തുള്ളവർ ഇവനെ വിളിക്കുക, വാ ഇറങ്ങി വാ ഇറങ്ങി വാ, നിനക്ക് ഞങ്ങൾ ബിരിയാണി തരാമെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ സങ്കല്പത്തിൽ നിന്ന് ജോയ് പാസ്റ്റർ എനിക്ക് ഭയങ്കര ചിന്തയുണ്ടായി. എനിക്കിനി നിന്റെ ബിരിയാണി വേണ്ട, എന്റെ നരിയാണി ഉറച്ചത് കൊണ്ട് എനിക്കിനി നിന്റെ ബിരിയാണി വേണ്ട എന്ന് പറഞ്ഞു. ഭയങ്കര എനിക്കൊരു വളരെ ചിന്തയുണ്ടായി ആ കാര്യത്തില്. അത് വളരെ ചിന്തിക്കാനുള്ള ഒരു നല്ല കാര്യമായി മാറി. പക്ഷേ കിട്ടിയോ ലിങ്ക് കിട്ടിയോ? അപ്പൊ പാസ്റ്റർ പറഞ്ഞത് എന്റെ നരിയാണി ഉറച്ചത് കൊണ്ട് എനിക്കിനി നിന്റെ ബിരിയാണി വേണ്ട എന്നാണ് ജോയ് പാസ്റ്റർ പറഞ്ഞത്. पास्टर ने बताया है कि जो व्यक्ति लंगड़ा व्यक्ति खड़ा होने के समय उसने ये कहा है कि मेरा जो कमर तो ठीक हो गया है, मेरा जो मुझे बल मिला है, इसलिए आपका बिरयानी का मुझे जरूरत नहीं है. ഞങ്ങളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ये सब कुछ बातें हमारे गांव में अभी हो रहा है. ചിന്തയിലേക്ക് അത് വാക്കുകൾ ഓടി വന്നു. मेरे चिंता में ये सब बातों जल्दी आ गया. അപ്പോൾ ഈ നിക്കോദിമോസ് കർത്താവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുക, निकोदेमुस प्रभु यीशु मसीह के पास आके ये पूछ रहा है. അദ്ദേഹം വന്ന് ചോദിക്കുക, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നത് കൊണ്ട് ഇത് നടക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങള് കർത്താവിനോട് പറഞ്ഞ് കർത്താവിനെ കുറിച്ച് പുകഴ്ത്തി. उसने आकर कहता है कि ये प्रभु ये रबी तो परमेश्वर की ओर से आया है, इसलिए ये सब काम हो रहा है, ये बोलकर यीशु मसीह को थोड़ा बढ़ा चढ़ा के बोलने लगा. അപ്പൊ യോഹന്നാൻ 3:3 വായിക്കുന്നത്, യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. യോഹन्ना 3:3 में ऐसा लिखा है कि यीशु ने उनको उत्तर दिया, मैं तुमसे सच सच कहता हूँ. പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. यदि कोई नए सिरे से ना जन्मे तो परमेश्वर के राज्य देख नहीं सकता. അപ്പോൾ നിക്കോദിമോസ് അവിടെ ചില ഉപാധികൾ പറയുന്നത് കേട്ടു. तो निकोदेमुस प्रभु यीशु मसीह से कुछ बातों को वही कह रहा. അതിന് യേശു പറഞ്ഞ കാര്യമാണ് അടുത്ത വാക്യത്തിൽ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. 5वां आयत में हम देखते हैं यीशु मसीह ने उन्हें देते हुए उत्तर. അപ്പോ അതിന്റെ മറുപടി പറയുമ്പോൾ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ നിനക്ക് കഴിയുകയില്ലെന്ന് പറഞ്ഞു. और यहाँ पर जैसा यीशु ने कहता है कि तुम पानी से और जो आत्मा से जन्म नहीं लिया है स्वर्ग राज्य में प्रवेश नहीं कर सकता है. അപ്പൊ ഇദ്ദേഹം ഈ ജനിക്കുന്നതിനെ കുറിച്ച് ഒരു ശാസ്ത്രീയ രീതിയാണ് അദ്ദേഹം ചിന്തിച്ചത്. उसने जन्म होने के बारे में जो साधारण रीति से या शास्त्रीय रीति से कैसा जन्म हो सकता है उसी के बारे में. പരേതനായ ഒരു വി.എ. തോമസ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ പണ്ട് ജീവിച്ചിരുന്നു. വി.എ. തോമസ് करके परमेश्वर के दास पहले वहां पर जीवित रहता था. അദ്ദേഹം ആ കാലത്തൊക്കെ പ്രസംഗിച്ചിട്ടുള്ളത് എനിക്ക് ഇപ്പോഴും കാതുകളിലുണ്ട്. उसने उसी समय जो भाषण दिया हुआ मेरे कानों में अभी तक वो सुनाई दे रहा है. അദ്ദേഹം വീണ്ടും ജനനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, नया जन्म के बारे में बोलने के समय उसने ऐसा कहा है, ഒരു കോഴി മുട്ടയിടുന്നു, एक मुर्गी अंडा देता है. അത് കോഴിയാകാൻ ആ മുട്ടയിടുന്നത്, मुर्गी बनने के लिए वो अंडा देता है. എന്നാൽ മുട്ടയായിരിക്കുന്നിടത്തോളം ഒരിക്കലും ഒരു കോഴിയാകുന്നില്ല. लेकिन वो अंडा होके रहने के समय कभी भी वो मुर्गी नहीं बनता है. ആ മുട്ടയ്ക്ക് ഇനി ഒരു ജനനം കൂടെ ഉണ്ടായെങ്കിൽ മാത്രമേ കോഴിയായി മാറുകയുള്ളൂ. उस अंडा से और एक जन्म होके ये मुर्गी बाहर नहीं आए तो तब तक वो अंडा ही बन के बैठता है. അപ്പോൾ ഇതാണ് വീട്ടു ജനനത്തിന്റെ ലക്ഷണമെന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. नया जन्म का एक तरीका इसी रीति है करके उसने बोला हुआ मुझे अभी भी याद है. നമ്മളെല്ലാം മാതാപിതാക്കളുടെ ശാരീരിക ഇഷ്ടത്താൽ ജനിച്ചവരാണ്.
हम सब माँ बाप के जो शारीरिक इच्छाओं में से जन्म हुआ है, പക്ഷെ സ്വർഗത്തിൽ പോകാൻ ഈ ശരീരം നടക്കത്തില്ല. स्वर्ग राज्य में जाने के लिए अपने होगी। പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ പുതുതായിട്ട് ഒന്നുകൂടെ ജനിക്കണമെന്ന് പറഞ്ഞു. ओके मास्टर। स्वर्ग में जाना चाहता है तो और एक जन्म पाना जरूरत है. അതുകൊണ്ട് യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു. इसी कारण में यूहन्ना ने पत्र लिखने के समय ऐसा कहा. പാസ്റ്റർ വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയാൽ കിട്ടുമോ നോക്കിയ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തേ പാസ്റ്റർ. ഓക്കെ മാസ്റ്റർ പറഞ്ഞേ. അപ്പോൾ ഇവിടെ പറഞ്ഞ വാക്ക് യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു. യോഹന്നാ ने ऐसा कहा है कि 3 പേര് സാക്ഷി പറഞ്ഞെങ്കിലേ സ്വർഗത്തിലോട്ട് പോകത്തുള്ളെന്ന് പറഞ്ഞു. 3 പേര് സാക്ഷി പറയണം. 3 जन गवाही बोलेगा तो स्वर्ग राज्य में जा सकता है. ആത്മാവ് സാക്ഷി പറയണം. आत्मा गवाही बोलना है. വെള്ളം സാക്ഷി പറയണം. पानी गवाही देना है. രക്തം സാക്ഷി പറയണം. और लहू भी गवाही देना है. അല്ലാതെ സ്വർഗരാജ്യത്തിൽ പോകാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ नहीं तो स्वर्ग राज्य में नहीं जा सकता है ये बोलने के समय നമ്മുടെ ഒരു ചട്ടക്കൂട് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ ആർക്കും കഴിയില്ല. हमारा कोई भी कामों के द्वारा हम स्वर्ग राज्य में पहुंच नहीं അപ്പൊ सकता. യേശു തമ്പുരാൻ ഇവരോട് ഇദ്ദേഹത്തോട് പറയുകയാണ്, നീ പുതുതായിട്ടൊന്നുകൂടെ ജനിക്കാമെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞു. तो यीशु मसीह इन व्यक्ति से निकोदेमुस से कहता है कि तुम नया सिरे से जन्म नहीं लेगा तो तुम स्वर्ग राज्य में जा नहीं सकता है. അപ്പൊ അത് ചെയ്യാത്തവൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. वो नहीं किया हुआ व्यक्ति वो करने के लिए यीशु कहते हैं. ഏത് കഷ്ടമോ സങ്കടമോ ദുഃഖമോ എന്ത് വന്നാലും ദൈവദാസന്മാരെ ആത്മധൈര്യപ്പെടുത്തിയാൽ അവരിറങ്ങും കർത്താവിന് വേണ്ടി ജീവൻ കളയാൻ. हमें कौन सा भी नष्ट दुख समस्या जीवन में हो गया तो भी आत्मा उन्हें सामर्थ देने के समय उस सेवकाई में वो आगे बढ़ते हैं. ഏത് വിധേനയും ഒരാളെ കർത്താവിന് നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. किसी भी तरह से एक व्यक्ति को प्रभु में खड़ा करना वो है हमारा कर्तव्य. നമ്മുടെ ഉദ്ദേശം ഒരാളെ കർത്താവിന് രാജ്യത്ത് നിർത്തുക. हमारा उद्देश्य है कि एक व्यक्ति को कम से कम स्वर्ग राज्य में खड़ा. ഇങ്ങനെ പറയുന്നു. सॉरी ബൈബിളിലെ ഒരു കാര്യം സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു. जकरिया के किताब में बाइबल में ऐसा कहता है कि സ്വർഗരാജ്യത്തിൽ കർത്താവ് ചെന്നു. स्वर्ग राज्य में प्रभु कहा അവിടെ गया है. 2 കാര്യം പറയുന്നുണ്ട്. वहां पर 2 बातें कहते हैं. നിന്റെ കയ്യെ കാണുന്ന മുറിവെന്തമാണെന്ന് ചോദിച്ചു. तुम्हारे हाथों में देखते हुए घायल क्या है करके पूछा. അതെന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ നിന്ന് അടി കൊണ്ടതാണെന്ന് പറഞ്ഞു. उसने कहा मुझे जो प्रेम किया हुआ लोगों के द्वारा मैं मार खाया हूँ. അത് തന്റെ സ്വന്തം ജനത്തിൽ നിന്ന്. അത് രണ്ടാമത് പറഞ്ഞ ഒരു കാര്യം. वो अपने लोगों से मिला है. लेकिन दूसरा बोला हुआ एक बात, നിത്യതയിൽ നാം ചെന്നു കഴിഞ്ഞാൽ अनंतता में हम जाने के समय കർത്താവായ യേശു ക്രിസ്തുവോട് പിതാവിന്റെ മുമ്പിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. प्रभु यीशु मसीह पिता के सामने बोलते हुए एक बात है कि ഇതാ ഞാനും നീ എനിക്ക് തന്ന മക്കളും എന്ന് പറഞ്ഞു. देखो मैं और तूने मुझे दिया हुआ संतान. അത് മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞിരുന്നു. मत्ती का सुसमाचार में यीशु मसीह ने ऐसा कहा है, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുവരും എന്റെ അടുക്കൽ വരികയില്ല എന്ന് പറഞ്ഞു. मेरा पिता जिसको आकर्षण करता है अपने पास बुलाया जाता है उसी व्यक्ति के सिवा कोई नहीं आता है. അപ്പോൾ പിതാവായ ദൈവമാണ് ഒരാളെ ആകർഷിച്ച് പുത്രനെ ഏൽപ്പിക്കുന്നത്. तो पिता परमेश्वर ने आकर्षण करके पुत्र के पास ले आता है. ആ പുത്രൻ തമ്പുരാൻ നമ്മളെ പരിപാലിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചത്. उस पुत्र के द्वारा हमें परिपालन किया जाता है. इसी बातों को हम लूका का सुसमाचार में पढ़ा है. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞു. तो वचन में ऐसा कहता है, ഈ വലിയ പുരുഷാരം ആരാണെന്ന് യേശുവിനോട് ചോദിച്ചു. यीशु मसीह से पूछा है कि ये बड़ा भीड़ कौन है, कहाँ से आया. യേശു പറഞ്ഞവർ മഹാ കഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. यीशु मसीह कहता है ये बड़ा परेशानी से तकलीफ से पीड़ा से होकर आया हुआ लोग है. അവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ അവർ അംഗീകാരക്ക് വെളുപ്പിച്ചവരാണെന്ന് പറഞ്ഞു. मेमना के लहू में अपने कपड़ों को धोकर साफ किया हुआ लोग है. അപ്പോൾ ഇങ്ങനെയാണ് കർത്താവ് നമ്മളെ ഉപദേശിപ്പിച്ച് തന്നിരിക്കുന്നത്. तो प्रभु यीशु मसीह ऐसा उपदेश देके हमें सेवकाई में खड़ा कर रहा അപ്പൊ है. നിക്കോദിമോസിനോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞു.
निकोदेमस यीशु ने कहा है तो नया जन्म होना जरूरी है। അപ്പോൾ നമ്മൾ ലൂക്കോസ് സുവിശേഷം വായിച്ച ന്യായശാസ്ത്രിയോട് പറഞ്ഞു, നീയും നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ നീ ഇന്ന് വരെ പോയ വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് മാറണമെന്ന് പറഞ്ഞു. तो लूका को सुसमाचार में व्यवस्थापक से भी यीशु मसीह ने कहा है, तू अभी तक जो चलते हुए मार्ग को छोड़कर दूसरे एक मार्ग से होकर जाना चाहिए तुम अनंतता में प्रवेश करने के लिए। പക്ഷേ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്സഹരായി മാറി നിൽക്കുന്നവരായിട്ടല്ല. लेकिन परमेश्वर के बच्चे लोग एकदम निस्सहाय होकर अलग खड़ा होने वाला व्यक्ति नहीं है। അവന്റെ കയ്യിൽ ആത്മാവുണ്ടായിരിക്കണം, എണ്ണ ഉണ്ടായിരിക്കണം. उनके हाथों में जो आत्मा होना चाहिए, तेल। അവന്റെ കയ്യിൽ ബീജ് ഉണ്ടായിരിക്കണം, അവരെ ലഹരി കൃപാവരം അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. आमें उनके हाथों में दागरस होना चाहिए, ये वरदान दागरस वरदानों को दिखाता है। ആ ദൈവകൃപ ഒഴുകി പോകാതിരിക്കാൻ പട്ടി കൊണ്ട് കെട്ടിയതിനെ സംരക്ഷണം ചെയ്യണം. उस परमेश्वर की अनुग्रह भर के ना जाने के लिए पटियाओं से बांधना चाहिए उसको। നീ വഴിയമ്പലക്കാരന്റെ അരികെ ചെല്ലുമ്പോൾ എന്തെങ്കിലും അവന് കൊടുക്കണം ശുശ്രൂഷ ചെയ്യുവാൻ. आगे तुम सरायालों में जाने के समय वो सेवकाई कराने के लिए कुछ उनके हाथों में तुम देना चाहिए। അത് നിന്റെ കയ്യിൽ ആ പണവും ഉണ്ടായിരിക്കണം. तुम्हारे हाथों में वो पैसा भी होना जरूरी है। നീ അങ്ങനെ ചെയ്താൽ കർത്താവ് പറഞ്ഞു 100 മടങ്ങ് നിനക്ക് തരുമെന്ന്. तो ऐसा करेगा तो प्रभु यीशु मसीह ने कहा है 100 गुना मैं तुम्हें बदला दूंगा। ഞാൻ മേടിച്ചവനാണ് ആ കാര്യത്തില്. मैंने लिया हुआ है उसी कामों में। ഞാൻ 76 കേരളത്തിൽ നിന്ന് വിട്ടതാ. मैं 76 में केरला छोड़ के चले गया है। 99 തിരിച്ച് കേരളത്തിൽ വരുമ്പോ 265 രൂപ എന്റെ ബാലൻസ്. 99 वर्ष में वापस आने के समय 265 रुपये ही मेरे पास था। ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുള്ളവരെ ഒരിക്കൽ പറയുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. मैंने जो सेवकाई किया हुआ जो बातों को वहां के लोग बोलने के समय मैं चकित हो जाता हूँ। ഒറ്റ മുറിക്കകത്ത് കുടുംബങ്ങളെ സംരക്ഷിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. एक ही आमे कमरा के अंदर रहकर आमे लोगों को विश्वास में ले आया है। ഞാൻ വലസാടി ശുശ്രൂഷിക്കുമ്പോൾ ഒരു ഗുജറാത്തി കുടുംബത്തെ ഞാൻ കർത്താവിന് കൊണ്ടുവന്നത് അങ്ങനെയാണ്. एक गुजराती परिवार को मैं सेवकाई में लेके आया उसी अवस्था से है। ഇന്നതൊക്കെ ഓർക്കുമ്പോ ഭയം തോന്നുക. आज ये सब कुछ याद करने के समय डर होता है। വൈകിട്ട് കിടക്കുമ്പോൾ ഞാനും എന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും നിലത്ത് കിടക്കും, അവൻ കട്ടിലേ കിടക്കും. रात को सोने के समय प्रभु के दास और उनका पत्नी दोनों बच्चा जमीन में सोएंगे, जो व्यक्ति को कटिया में सुलाता है। അപ്പോൾ പ്രാർത്ഥന ആരും തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഈ കട്ടില് കയറെ കെട്ടി മേലോട്ട് കെട്ടി പോക്കും. जब प्रार्थना शुरू होने के समय ये जो कटिया है उसी में रस्सी बांध कर ऊपर उठाएंगे। അതിന്റെ കീഴെ ഇരിക്കുന്ന സാധനം എല്ലാം പെറുക്കി മേളി വെക്കും. उसका नीचे जो पड़ा हुआ सारे सामान उठा के कटिया को ऊपर रखेगा। പ്രാർത്ഥന കഴിയുമ്പോൾ അതൊക്കെ താഴോട്ട് കെട്ടി ഇറക്കും. जो प्रार्थना खत्म होने के बाद उस कटिया को नीचे उतारता അതിന്റെ है। മേളിൽ ഇരിക്കുന്ന സാധനമെല്ലാം കീഴെ പെറുക്കി വെക്കും. उसका ऊपर रखा हुआ सामान सब उठा के कटिया के नीचे रखता है। എന്റെ ഭാര്യക്ക് കുളിക്കണമെന്ന് വരിക ദിനേശ് ബാഹർ ജാവോന്നും അവനെ വെളിയിൽ ഇറക്കിയെങ്കിൽ എന്റെ ഭാര്യ കുളിക്കാനൊക്കെ ഉള്ളൂ. प्रभु के दास के पत्नी अगर नाना है तो बोलेंगे दिनेश आप जो थोड़ा बाहर खड़ा करो, बाहर खड़ा हो जाओ करके उन्हें बाहर निकालने की बात हमें सिस्टर नाता है। എന്റെ ഭാര്യക്ക് ഡ്രസ്സ് മാറണേ അവനെ വെളിയിൽ ഇറക്കി കഥ കടച്ചിട്ട് ഡ്രസ്സ് മാറാൻ ഒക്കത്തുള്ളൂ. परसों की पत्नी को अगर कपड़ा चेंज करना है तो उस व्यक्ति को बाहर निकाल कर दरवाजा बंद करने के बाद उन्हें कपड़ा चेंज कर सकता है। അവൻ കുളിക്കാൻ കയറുമ്പോ എന്റെ ഭാര്യ കൊച്ചിനെ കൊണ്ട് കുളിച്ച് തീരുന്നത് വരെ വെളിയിൽ ഇങ്ങനെ നിൽക്കണം. वो नहाने के लिए अंदर जाएगा तो परसों की पत्नी बच्चों को लेकर वो नहा के बाहर आने के तक वो बाहर खड़ा हो जाता है। അങ്ങനെ പറഞ്ഞാൽ എത്രയുണ്ട്. ऐसा जो बोलेगा तो कितने कितने संभव है। ബോംബെ വന്ന് ഒട്ടും കുറയാതെ ശുശ്രൂഷ ചെയ്തു. बॉम्बे में आया, बॉम्बे में आकर ऐसा जो सेवकाई किया है, അതുകൊണ്ട് എന്റെ കയ്യിൽ ഒന്നുമില്ലാതെ ശൂന്യതയായി പോയി. इसलिए मेरे हाथों में कुछ बचाव नहीं मिला, पूरा शून्य हो गया है। എന്റെ ദൈവത്തിന്റെ ദയ എന്നോട് കൂടെ ഇരുന്നു. मेरे परमेश्वर का जो कृपा है मेरे साथ रहा। അതുകൊണ്ട് ദൈവം ഇന്നെ മാനിച്ചെല്ലാ നിലയിലും. इसलिए इसी कारण परमेश्वर हर अवस्था में मुझे आज आदर किया है। ഇന്ന് വരെയുള്ള അനുഭവത്തിൽ നിന്ന് ഇന്ന് വരെയുള്ളത് आज तक जो अनुभव है। കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ മോനും മരുമോളും ഇവിടെ ഉണ്ടായിരുന്നു. आगे हफ्ता पास्टर के बेटा और बहू वहां पर थे केरला में। എനിക്ക് എന്റെ അപ്പനെ കഴിച്ചതിന്റെ ബാക്കി കഴിക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഞാൻ പിള്ളേരൊക്കെ ഇരുന്ന് പറയുമായിരുന്നു.
आमीन। पास्टर ऐसा कहता है, मेरे पिताजी खाने की बात, उसमें बचा हुआ खाना खाने के लिए मुझे बहुत इच्छा है। അപ്പൊ ഞാന് ഈ പിള്ളേരൊക്കെ പറഞ്ഞോണ്ട് എന്റെ പിള്ളേർക്ക് പഴുകഞ്ഞി എന്ന് പറഞ്ഞ അവർക്ക് അറിയത്തില്ല എന്താന്ന് പഴുകഞ്ഞി. हाँ, प्रेज़ द लॉर्ड। जो कल का खाना जो दूसरा दिन खाता है, आमीन, उसके बारे में बच्चों को मालूम नहीं था। അപ്പോൾ ഞാന് എന്റെ മരുമോക്ക് ഒരു ആഗ്രഹം പഴുകഞ്ഞി കുടിക്കണമെന്ന്. जैसा पास्टर के बहू को एक इच्छा है कि उस बासी खाना, मतलब पहले रात का ചക്ക जो खाना വേവിച്ച് खाने के लिए। പിറ്റേ ദിവസം രാവിലെ ചക്ക, കാന്താരി സംബന്ധി, ഉണക്കമീന്, ചോറും എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് ഇളക്കി ഇങ്ങനെ അങ്ങോട്ട് ഞെരടി എന്റെ മോനും മരുമോക്കും കൊടുത്തു. തൃപ്തിയായിട്ട് കഴിച്ചവര് പോയി. सुनो, जो रात को जो बचा हुआ खाना है, सब कुछ मिलाकर बर्तन में डाल के एक साथ मिलाकर जो सुबह खा के वो बहुत तृप्त होके गया। എന്റെ ഈ കൈ കൊണ്ട് ഇളക്കിയത് എന്റെ മരുമോള് നല്ല ഒരു വാരി കഴിച്ചു. पास्टर आपके हाथों से जैसा मिलाया हुआ खाना उसका बहु अच्छी तरह से खाया है। അപ്പോൾ എന്റെ ഭാര്യ പറഞ്ഞു അവക്കും വേണമെന്ന് പറഞ്ഞു, അവക്കും പഴുകഞ്ഞി ഉണ്ടാക്കി കൊടുത്തു. पास्टर की पत्नी बोले उनको भी चाहिए करके, तो उनको भी वैसा बना के दे दिया। അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ കർത്താവിനെ എന്നവണ്ണം ചെയ്യുക, കർത്താവ് നമ്മളെ മാനിക്കും. मैंने ये इसलिए कहा है कि हम जो कुछ करता है प्रभु के लिए करता है, वैसा समझकर हम करना चाहिए, तो प्रभु हमें आशीष करेंगे। തോമസൻ മാസ്റ്ററുടെ ഭാര്യയെയും മരുമകളും കൂടെ അടിക്കുന്ന പാടുമ്പോ എനിക്കും വലിയ സന്തോഷമാണ്. थॉमसन पास्टर की पत्नी और उनके बहू दोनों मिलके गाना गाने के समय मुझे बहुत आनंद होता है। അത് ജീവിതത്തിന്റെ വലിയൊരു ആനന്ദത്തിന്റെ സമയമാണ്. जिंदगी का बड़ा आनंद का एक समय है। നമുക്ക് ഈ ഭൂമിയിൽ കുറച്ചു കാലമേ ഉള്ളൂ. हमें इस धरती पर थोड़ा ही समय है। അപ്പൊ ഈ ഇച്ചിരി കാലം ഉള്ളത് നമ്മൾ കുടുംബത്തിൽ സന്തോഷിക്കാൻ, അതുകൊണ്ട് പൗലോസ് സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞു. ये थोड़ा समय मिला है तो हम पारिवारिक जीवन में आनंद होना चाहिए। इसी कारण पौलुस कहता है तुम आनंद करो। मैं फिर से कहता हूँ आनंदित रहो। ദൈവത്തിന്റെ ഒരു വലിയ ദയയാണ്. परमेश्वर का बड़ा एक करुणा है। എത്ര കാശോ എത്രയും സമ്പാദിച്ചാലും കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ എല്ലാം ശൂന്യമാണ്. कितना भी पैसा कमाओ, कितना भी इकट्ठा करो धन संपत्ति, लेकिन पारिवारिक जीवन में शांति नहीं है तो ये सब कुछ व्यर्थ है। ആ വാക്കൊന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. बातों को और एक बार कहकर मैं बंद करना चाहता हूँ। രാത്രിയോട് കർത്താവ് പറഞ്ഞു, व्यवस्थापक जो व्यक्ति है उससे ശമരിയക്കാരൻ എന്ത് ചെയ്തു അത് നീ പോയി ചെയ്യാൻ പറഞ്ഞു. समरिया व्यक्ति जो कुछ किया है वैसा तू भी जाकर करना। നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞു, निकोदेमुस से यीशु मसीह ने कहा है, നീ പോയി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടാൻ പറഞ്ഞു, രക്ഷിക്കപ്പെടണം, നീ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞു. तू जाके मन भिराना है, उद्धार पाना है, पानी में बपतिस्मा लेना है। നമുക്ക് ഇന്ന് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. हमको भी आज बोलने के लिए सिर्फ केवल यही बात है। ഒരു വിവാഹം നടക്കുമ്പോൾ एक शादी होने के समय ആ കാർമികൻ ആ രണ്ടുപേരുടെയും കൈ പിടിച്ചിങ്ങനെ യോജിപ്പിക്കും. उस शादी कराने वाला व्यक्ति दोनों व्यक्ति के हाथ पकड़ के एक साथ मिला देता है। അവ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഈ ജനത്തെ സാക്ഷി നിർത്തി ഉഭയസമ്മതം ചെയ്യും. पिता पुत्र पवित्र आत्मा और जमा हुआ लोगों को गवाही देकर उन्हें उधर जो दोनों मिलकर प्रभु के सामने वाजा बांध लेता है। ആ ഒരൊറ്റ കാര്യമേ ആ ശുശ്രൂഷണം ചെയ്യുന്നുള്ളൂ. वो केवल एक ही सेवकाई और प्रभु के दास उधर किया जाता है। പക്ഷേ കുടുംബജീവിതം ധന്യമാക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു. लेकिन पारिवारिक जीवन को अच्छी तरह से आगे लेके जाना तुम्हारा जिम्मेदारी है करके वो कहता है। രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ ദാനമാണ്. उद्धार केवल परमेश्वर के दान है। ആ ദാനം അംഗീകരിച്ച് അതിനു വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. वो दान को अंगीकार करके उसी के अनुसार जीना है, ये है हमारा कर्तव्य। അപ്പോൾ രാവിലെ തരുന്ന സന്ദേശം ഇതാണ്, तो ये भोर का समय का संदेश यही है, വല്ല വിധേന സ്വർഗരാജ്യം അവകാശമാക്കണം. किसी भी तरह से स्वर्ग राज्य प्रवेश करना है। നമ്മൾ ഈ 2025 ദൈവം തന്നത് കൊണ്ട് കണക്ക് ചോദിക്കും ദൈവം. ये 2025 परमेश्वर हमारे लिए दिया है तो हमसे प्रभु बराबर हिसाब करेंगे। 180 വർഷത്തിന് മുമ്പ് ജനിച്ചവനോട് ചോദിക്കത്തില്ല കർത്താവ്. 150 साल पहले जन्म हो गया वो लोगों से नहीं पूछेंगे प्रभु, നമ്മളോട് ദൈവം ചോദിക്കും. हमसे प्रभु पूछेंगे। നമ്മുടെ ഉത്തരവാദിത്തം ശമരിയക്കാരി സ്ത്രീ ചെയ്ത ഉത്തരവാദിത്തമായിരിക്കണം. हमारा जिम्मेदारी जो समरिया स्त्री किया हुआ काम होना चाहिए। അവള് പാത്രം അവിടെ വെച്ചിട്ട് ഒരു പട്ടണക്കാരെ മുഴുവൻ വിളിച്ചോണ്ട് വന്നു. बर्तन उधर छोड़ के अपने शहर में जाके सभी लोगों को ले आया। നമ്മുടെ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.
प्रभु परमेश्वर हम सभी को आशीष करे। ഈ അവസരം ഒരുക്കിയ ദൈവമക്കളോടുള്ളതായ വളരെ നന്ദി അറിയിക്കുന്നു. സർവ്വദയാലുവായ ദൈവത്തിന്റെ കൃപ നമ്മളോടുകൂടെ ഇരിക്കട്ടെ. ये अवसर दिया हुआ हमें सभी को परमेश्वर के नाम से धन्यवाद करता हूँ। प्रभु के अनुग्रह आप सभी लोगों के साथ बनी रहे। കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്നായിരുന്നു, നെറ്റിന്റെ പ്രശ്നമുണ്ടായി, എന്നാലും കാര്യം നന്നായിരിക്കാൻ ദൈവം ഇടയാക്കി. മേലിലും കർത്താവിന്റെ അനുഗ്രഹം നമ്മോടുകൂടെ ഇരിക്കട്ടെ. താങ്ക് യു. थैंक यू पास्टर, गॉड ब्लेस।